നമസ്കാരം. കാന്തല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ജനവാസ മേഖലകളിൽ കൂടി കടന്നുപോകുന്ന കോവിൽക്കടവ്, എരച്ചിൽപ്പാറ, ഇടക്കടവ് റോഡിൻ്റെ ടാറിംഗ് ജോലികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം മുതലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പൊങ്ങമ്പള്ളി ഉന്നതിക്ക് സമീപം മുതൽ ഇടക്കടവ് വരെ സോളിംഗ് ഏറെക്കുറെ പൂർത്തിയായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് ജോലികൾ പൂർത്തിയാകുമെന്നാണ് സൂചന. എരച്ചിൽപ്പാറ മുതൽ പൊങ്ങമ്പള്ളി ഉന്നതിക്ക് സമീപത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഭാഗം വരെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയായാൽ മാത്രമേ ഇടക്കടവ് വരെയുള്ള യാത്ര സുഗമമാവൂ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കോവിൽക്കടവിൽ നിന്നും എരച്ചിൽപ്പാറ വരെയുള്ള യാത്രാക്ലേശം വിവരണാതീതമാണ്. ഈ ഭാഗത്തെ യാത്രാക്ലേശം പൂർണ്ണമായി പരിഹരിക്കപ്പെടണമെങ്കിൽ റോഡിന് വീതി കൂട്ടണം. പാതയോരങ്ങളിൽ വനഭൂമി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ വനംവകുപ്പിൻ്റെ അനുമതി കൂടി ലഭിച്ചാലേ ഈ ഭാഗത്ത് റോഡിൻ്റെ വീതി കൂട്ടാനാവൂ എന്നതാണ് നിലവിലെ സ്ഥിതി. കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എരച്ചിൽപ്പാറ. അവധി ദിവസങ്ങളിൽ ഈ ഭാഗത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുക. പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് സഫാരി ജീപ്പ് സർവീസുകളും എത്തുന്നുണ്ട്. റോഡിൻ്റെ പല ഭാഗത്തും 2 വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകുന്നതിന് വീതിയില്ല. ഇതുമൂലം പാതയിൽ പലപ്പോഴും ഏറെ നേരം ഗതാഗതം സ്തംഭിക്കും. ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ നാട്ടുകാർക്ക് കോവിൽക്കടവിലേക്ക് എത്തുന്നതിനുള്ള പ്രധാന മാർഗമാണ് ഈ പാത. 1.5 ദശാബ്ദത്തിനു ശേഷം റോഡ് പുതുക്കിപ്പണിയുമ്പോഴും ഗതാഗത പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈകോർത്താൽ ഈ റോഡ് വിപുലീകരണത്തിലുള്ള തടസ്സങ്ങൾ നിഷ്പ്രയാസം നീക്കാമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെയും ഇവിടെയും എന്തെങ്കിലും ചെയ്തു വച്ചിട്ട് കാര്യമില്ലെന്നും പൂർണ്ണ അർത്ഥത്തിൽ ഗുണം ലഭിക്കുന്ന നിലയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുമാണ് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.